എല്ലാവർക്കും അല്ലൂസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ വിശ്രമ നിമിഷങ്ങൾ എങ്ങനെ ആനന്ദകരമാക്കാം എന്നതല്ല, വിശ്രമ നിമിഷങ്ങൾ ഞാൻ എങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പം ഞാൻ എങ്ങനെ സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുതരാം. പക്ഷേ എനിക്കിപ്പം എന്ന് വെച്ചാൽ ഫ്രീ ടൈം കുറച്ച് കുറവാണ് കിട്ടുന്നത്. ഇപ്പം മോനുള്ളത് കൊണ്ട് മോൻ ഇപ്പം LKG-യിലാണ്. അപ്പോൾ അവന് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് അപ്പം അവന് 2 o'clock-നും പിന്നെ രാവിലെ 11 o'clock-നും അങ്ങനെയൊക്കെയാണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈം. ആ ഒരു സമയത്ത് ഞാൻ അവൻ്റെ കൂടെ ഇരിക്കണമല്ലോ. സോ അതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് വീഡിയോസ് എടുക്കണം. അങ്ങനെ ഇപ്പം ഫ്രീ ടൈം കിട്ടൽ വളരെ കുറവാണ്. ഇപ്പം വീട്ടിലിരിക്കുന്ന അമ്മമാരോട്, എന്നെപ്പോലത്തെ അമ്മമാരോട് ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇത്രയും വലിയ മലമറിക്കുന്ന ജോലി, ഇതെന്താ ടൈം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന ആളോട് എനിക്ക് ജസ്റ്റ് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അവർക്ക് അറിയില്ല നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത്, നമ്മൾ എത്രയും ജോലി ചെയ്യുന്നുണ്ട് എന്നൊന്നും അവർക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ പറയുന്നവരോട് നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം അങ്ങ് ചിരിച്ചു കൊടുക്കുക. മനസ്സിൽ നല്ല പോലെ തെറിയും വിളിക്കണേ, അപ്പോൾ നല്ല ആശ്വാസം കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് കാണിച്ചു തരാം. ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്, ഡ്രോയിങ് ആണ് ഇഷ്ടം. അപ്പം കുറേ ചിത്രങ്ങളൊന്നും വരച്ചിട്ടില്ലെങ്കിലും ഡ്രോയിങ് പഠിച്ചിട്ടുമില്ല, കുറച്ച് ചിത്രങ്ങൾ മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വരച്ച ചിത്രങ്ങൾ. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ വരച്ച ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ കെട്ടിയോനാണ്, ഞാൻ വരച്ചതാണേ. നല്ല മൊഞ്ചനാണ്, പക്ഷെ ഇതുപോലെയല്ല, കുറച്ചൊരു മാറ്റമൊക്കെ ഉണ്ട്. എന്നാൽ കഴിയുന്ന പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതാ ഒരു ചിത്രം ഇത്. പിന്നെ എന്താണ് ഒന്നുകൂടെ കണ്ട, ഇത് ഞാൻ വരച്ചതാണ്. നമ്മൾ ബഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ ഒരു പിക്ചറുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഇത് ഞാൻ വരച്ചതാണ്. യൂട്യൂബ് നോക്കിയിട്ട് ഞാൻ കണ്ട ചിത്രം വരച്ചതാണ്. അപ്പം പിന്നെ ഒന്നുകൂടി ഉണ്ട്, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് ഞാൻ വാളിലിപ്പം തൂക്കണം എന്നുണ്ട്. ഇപ്പം ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ. അപ്പം ഞാൻ വരച്ച ചിത്രങ്ങൾ ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ബോട്ടിൽ ആർട്സൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഞാൻ കുറച്ച് ഡ്രസ്സില്ല, കുറേ ഡ്രസ്സൊന്നുമില്ല, ഓക്കെ 1-2 ഡ്രസ്സിന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും കാണിച്ചു തരാം, ഒരു മിനിറ്റ്. സെക്കൻഡ്, കുറേ മുന്നേ ഉള്ളതാണ്, അതുകൊണ്ട് നീറ്റില്ല. കണ്ട, ഒരു പഴയ ഒരു കേരള സാരിയാണ്. അതിൽ ഞാൻ ലീഫൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കുറേ ഇതിനൊക്കെ ലീഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഡ്രസ്സ്, ഇത് അമ്മ തയ്ച്ചതാണ്. അമ്മ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അതിൽ ഈ പണിയൊക്കെ ഞാനാണ് ചെയ്തത്. കണ്ടോ, ഒരു ദിവസം ഞാൻ ഇതിട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബോട്ടിലായിട്ട് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ചെയ്യുന്നില്ല കേട്ടോ, അതിൻ്റെ ക്രേസൊക്കെ പോയി. ഇപ്പം കുറേ ബോട്ടിലെല്ലാം ആദ്യമെല്ലാം കളക്ട് ചെയ്ത് കുറേ ഇങ്ങനെ അതിൻ്റെ ഒരു ഭ്രാന്തായിരുന്നു. ഇതൊക്കെ പിന്നെ എന്താണ്, പിന്നെ ഈ ഒരു ബഡ്സും ഞാൻ ചെയ്തതാണ്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ കോട്ടൺ നിറച്ചിട്ട് കെട്ടിയിട്ട് ജസ്റ്റ് ചെയ്ത ഒരു ബഡ്സാണിത്. പിന്നെ ഇതാ പൊടി പിടിച്ചിട്ടുണ്ട്, കുറേ മുന്നേ ചെയ്തതുകൊണ്ട്. ഇതൊരു ഗ്രീൻ കളറുള്ളൊരു കുപ്പിയായിരുന്നു, അതിൽ റെഡ് അടിച്ചപ്പോൾ ഈ ഒരു ബ്രൗൺ കളറായി. പിന്നെ ഇതിൽ ഒരു പിക്ചറൊക്കെ വരച്ചു. പിന്നെ അടുത്തത്, ഇത് സാധാരണ നമ്മുടെ വൈറ്റ് കളറിലൊരു കുപ്പിയായിരുന്നു, അതിൽ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് യെല്ലോ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇതാ വേറൊരു ബോട്ടിലാട്ടെ. ഇത് ഭംഗിക്ക് വെച്ചതാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു വിളക്ക് ലൈറ്റൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ വാളിലുള്ള, ആ ഒരു ലൈറ്റിൻ്റെ കുപ്പിയായിരുന്നു. അതിൽ ഞാനൊരു കളർ ചെയ്തു. ഓക്കെ, പിന്നെ ഇത് ഫസ്റ്റ് ടൈം ചെയ്ത ഒരു ഇതാണ്, അതുകൊണ്ട് വലിയ മൊഞ്ചൊന്നും ആയിട്ടില്ല. കണ്ട, ഓക്കെ. പിന്നെ എന്താണ് ഇതിൽ
ഇതിൽ ഞാൻ കളറൊന്നും ചെയ്യേണ്ട വന്നില്ല. ഈ ബ്ലാക്ക് ഒക്കെ ആദ്യം ഉള്ളതാ. ഈ ഒരു പിക്ചർ ഞാൻ വരച്ചത്. ഓക്കെ, അതിൽ ഞാൻ വെള്ളമൊക്കെ നിറച്ചിട്ട് ഒരു ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. ഓക്കെ, കട്ടേ. ഓക്കെ, ഇത്രയൊക്കെയാണ് ബോട്ടിലായിട്ട് ഞാൻ ചെയ്തത്. ഡെക്കറേറ്റ് ചെയ്ത കുപ്പികളൊക്കെ ഞാനൊരു സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഞങ്ങൾ അക്വേറിയം കണ്ടോ? എൻ്റെ തൊട്ടപ്പുറത്തുള്ള ബൗളിൽ കുറച്ച് ഗപ്പീസ് ഉണ്ട്. അപ്പം എൻ്റെ ബോട്ടിലാട്ടൊക്കെ കണ്ടു. ഇനി ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യുന്ന സംഭവമാണ് ഗാർഡനിങ്. ഗാർഡനിങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സംഭവമാണ്. അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ കുറച്ച് ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കുറച്ച് കോഴിക്കുട്ടികളുണ്ട്, അവരെയും കാണിച്ചു തരാം. നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയാലോ? ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികളെ. എല്ലാവരും ഒന്ന് നോക്കിക്കോ. കുറച്ച് ചെടികളേ ഉള്ളൂ. ഇത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഇത് ചിരട്ടയിൽ ഞാൻ ചെയ്തതാണ്. പിന്നെ ഇത് പോപ്പീസ്. പിന്നെ എന്താണ്, ഇതൊരു വേറെ കളർ പോപ്പിയാണ്. പിന്നെന്താണ്, ഇതൊരു വേറെ ടൈപ്പാണ്. ഇതെൻ്റെ റോസ് കണ്ടോളൂ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കാക്കപ്പൂവ്. ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. നമ്മളെ കോഴി പിള്ളേരെ കാണിച്ചു തരാം. അല്ലു ചക്കന ഇൻചാർജ്. അല്ലോ, ഇങ്ങോട്ടേക്ക് ഹായ് പറ. ഇവിടെ ഭയങ്കര തിരക്കിലാണ്, പുല്ല് കൊടുക്കേണ്ട തിരക്കില്ല. ഇനി കുഞ്ഞി കുട്ടികളുണ്ട്. അല്ലു എന്തെല്ലോ പറയുന്നു. ഓക്കെ, ഇതിന്റെ മുട്ടക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതുവരെ മുട്ട ഇട്ടിട്ടില്ല. അപ്പൊ എല്ലാരും കോഴിക്കുട്ടികളെയും എൻ്റെ പൂന്തോട്ടം എന്നല്ല ചെടികളും ഒക്കെ കണ്ടല്ലോ. ഇപ്പൊ അല്ലുണ്ട് കുറച്ച് ചിത്രങ്ങളിലോ അവൻ വരച്ച ചിത്രങ്ങളിലോ എടുത്തിട്ട് ഓടി വന്നിട്ട് ഇതാ ഒന്ന് കണ്ടേക്കെ. അല്ലു വരച്ചതാന്ന് പറയാൻ പ്രത്യേകം പറയുന്നത്. അല്ലു വരച്ച ചിത്രം. പിന്നെ ഒരു ഫ്ലവർ പോട്ട് വരച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ബെല്ലൈക്കൺ മാത്രം പ്രസ് ചെയ്താൽ പോരാ, ബെല്ലൈക്കൺ പ്ലസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണേ. അപ്പം നിങ്ങളും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. പിന്നെന്താണ്, അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.